നമ്മളുടെ 1400cc ബ്രെയിനാണുള്ളത്. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ബ്രെയിൻ ഉണ്ടായിരുന്ന ഒരു ജീവി, ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ നിയാൻഡർതാൽ മനുഷ്യൻ എന്ന് പറയുന്നത്. 2000cc വരെ വ്യാപ്തമുള്ള വോളിയമുള്ള ബ്രെയിനുമായിട്ടാണ് നമ്മളുടെ സഹോദരൻ എന്ന് പറയാവുന്ന നിയാൻഡർതാൽ ജർമ്മനിയിലെ നിയാൻഡർതാൽ താഴ്വരയിൽ നിന്നാണ് കണ്ടെത്തിയത്. 1934 കൊണ്ടാണെന്ന് തോന്നുന്നു. ആ കാലഘട്ടത്തിലാണ് കണ്ടെത്തുന്നത്. പക്ഷേ അവരില്ല, അവരെങ്ങനെ പോയി എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മളുമായിട്ടുള്ള പോരാട്ടത്തിൽ, ഹോമോസാപ്പിയൻസുമായിട്ടുള്ള പോരാട്ടത്തിൽ നശിച്ചാവാം, ചിലപ്പോൾ പ്രകൃതിപരമായി നശിച്ചാവാം, ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങൾ വന്ന് പോയതാവാം, ചിലപ്പോൾ ആഹാരമില്ലാതെ പോയതാവാം, ചിലപ്പോൾ ഐസേജ്, എല്ലാം കൂടെ ഐസിനടിയിലായി പോയതാകാം. എന്തായാലും നിയാൻഡർതാലൻസ് ഇല്ല. പക്ഷേ നിയാൻഡർതാലൻസിൻ്റെ ഏതാണ്ട് 4% ജീൻസ് നമ്മുടെ ജിനോമിലുണ്ട്. കാരണം നമ്മളും നിയാൻഡർതാലൻസും തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്തെന്നുള്ളതിൻ്റെ തെളിവാണത്. പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പല ജീൻസും നമ്മൾ നിയാൻഡർതാലിൽ നിന്ന് കിട്ടിയ ജീനാണ് നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നത്. പക്ഷെ അവരിപ്പോൾ ഇല്ല. അവരേതാണ്ട് 34,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ യൂറോപ്പിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹോമോ നിയാൻഡർതാലൻസിസ്. ദേ വർ ഹാവിങ് എ ബെറ്റർ ബ്രെയിൻ ബട്ട് ദേ ഡിഡ്ന്റ് സർവൈവ്. അപ്പോൾ മനസ്സിലാക്കുക, ബ്രെയിന് വലിപ്പം ഉണ്ടായതുകൊണ്ട് ബുദ്ധി കൂടിയാലും സർവൈവ് ചെയ്യത്തില്ല, സാഹചര്യങ്ങളോട് ഒത്തുവരും.